യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബിഗിനറാണ്. നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണമല്ലോ. അപ്പം നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്? എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ട് വാട്സപ്പില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ചെയ്തത്. അങ്ങനെ നമ്മൾ ഇവർക്കൊക്കെ ഷെയർ ചെയ്ത് അയച്ചു കൊടുത്ത് കഴിയുമ്പോഴും നമുക്ക് ഇവർ കണ്ടതായിട്ട് നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ആണെങ്കിലും കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വ്യൂസ് മാത്രം കയറുന്നില്ല. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് വ്യൂസ് കയറണ്ടേ അവർ കണ്ടാലും? അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു 99% ആൾക്കാർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. നമുക്ക് എങ്ങനെയൊക്കെ വ്യൂസ് നമ്മൾ തന്നെ നമ്മുടെ സെറ്റിംഗ്സിൽ കയറി ചേഞ്ച് ചെയ്താൽ എങ്ങനെയൊക്കെ വ്യൂസ് കൂട്ടാം. കാരണം YT സ്റ്റുഡിയോ നമ്മുടെ എല്ലാവരുടെയും ഫോണിലുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ YT സ്റ്റുഡിയോയിലെ എല്ലാ സെറ്റിംഗ്സും നമുക്ക് പ്രയോജനകരമായ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ്. മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടായാലും ആരും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല, വ്യൂസ് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തന്നെ സ്വയം ഡെസ്പാകാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അവർ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷെ നമുക്ക് വ്യൂസും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ആ ഒരു മേജർ ഇഷ്യൂ പരിഹരിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല, യൂട്യൂബ് റിലേറ്റഡ് ഒരുപാട് ടോപ്പിക്സ് ഞാൻ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ചാനലിലും അപ്ഡേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭൂരിഭാഗം ആൾക്കാരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മെയിൻ യൂട്യൂബിൽ കയറിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും സെറ്റിംഗ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് YT സ്റ്റുഡിയോയിൽ പോയി ചേഞ്ച് ചെയ്യാറുണ്ടോ? ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടന്റിന്റെ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എടുക്കാം. ഇതെടുത്ത് കഴിയുമ്പോൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ വരുന്നുണ്ട്, ടൈറ്റിൽ വരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, വിസിബിലിറ്റി, ഓഡിയൻസ്, ലൊക്കേഷൻ, പ്ലേലിസ്റ്റ്, ഓൾട്ടേർഡ് കണ്ടന്റ്, പിന്നെ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് ടാഗ്സ് വരുന്നുണ്ട്, അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ് വരുന്നുണ്ട്, ആഡ് പെയ്ഡ് പ്രൊമോഷണൽ ലേബൽ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഓൺ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അലോ എംബഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ലൈസൻസിന്റെ ഓപ്ഷൻ ആണ്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇതില് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? അവിടെ ഞാൻ ടിക്ക് ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മീൻസ് എന്താണെന്ന് ചോദിച്ചാൽ എത്ര ലൈക്സ് കിട്ടിയെന്ന് നമ്മുടെ ഓഡിയൻസിന് കാണാനുള്ള ഓപ്ഷൻ. അത് നമ്മളത് ഓഫ് ആക്കി ഇടുവാണെങ്കിൽ നമുക്കത് എത്ര ലൈക്സ് കിട്ടിയെന്ന് കാണാൻ സാധിക്കില്ല. ഓണാക്കി ഇട്ടാൽ എത്ര ലൈക്സ് കിട്ടിയെന്ന് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത സെക്ഷൻ ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, അലോ എംബഡിങ്. ഇത് വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ടാഗ് ഓപ്ഷൻ ആണിത്. ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്ന ഓപ്ഷന്റെ തൊട്ട് താഴെയായിട്ടാണ് അലോ എംബഡിങ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിന് ഓൺ ആക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ദോഷമെന്നും ഓഫ് ആക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനം ചെയ്യുന്നതെന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിന്റെ മീനിങ് ഓഫ് ആക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണവും ഓൺ ആക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷവും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാല് അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി വെച്ചാല് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വാട്സപ്പില് ഇപ്പോൾ നമുക്കൊരു 200 കോണ്ടാക്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 200 കോണ്ടാക്ട്സിൽ നമ്മൾ ഒന്നെങ്കിൽ സ്റ്റാറ്റസ് ഇടും അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുന്നതാണെങ്കിൽ അവര് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ ആ വീഡിയോ കാണും. പക്ഷേ അത് നമ്മുടെ വ്യൂസിൽ കയറി വരണമെന്നില്ല യൂട്യൂബിൽ. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്താലും നമ്മുടെ ഫ്രണ്ട്സിനായാലും ഫാമിലി മെമ്പേഴ്സിനായാലും കസിൻസിനായാലും എല്ലാവർക്കും നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ മേ ബി കാണുമായിരിക്കും, പക്ഷെ അത് നമ്മുടെ വ്യൂസിൽ കാണണമെന്നില്ല. അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓഫ് ആക്കുന്നത് കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാലും അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താലും അവരത് മസ്റ്റ് ആയിട്ടും കയറി കാണുകയും അതിന്റെ ഒരു വ്യൂസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഗൈസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഫോണിൽ നമുക്കിപ്പോൾ ഒരു 200-300 കോണ്ടാക്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ഇത് സ്റ്റാറ്റസ് ഇടുന്നത് വഴി നമ്മൾ അലോ എംബഡിങ് ഓഫ് ആക്കിയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് വഴി ആ 200-ൽ 150 പേരെങ്കിലും അത് കയറി കാണുകയും ആ 150 പേരുടെ വ്യൂസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അവർ കണ്ടാൽ.
അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ട് അവരെല്ലാവരുടെയും ഫോണിൽ ഇതുപോലെ നമുക്ക് സ്റ്റാറ്റസ് ആക്കി കൊടുത്ത് നമുക്ക് എത്ര വ്യൂസ് കിട്ടും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. പിന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ എല്ലാവർക്കും സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ, നമ്മളെ പോലെ നമ്മുടെ ചാനൽ വേറെ ആരെങ്കിലും ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ടായിരിക്കും. പക്ഷെ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ആരും ഓഫാക്കിയിട്ട് കാണത്തില്ല. ഇനി എങ്ങാനും അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ അവർ ഓണാക്കി ഇട്ടിട്ട് കണ്ടു എന്ന് വിചാരിച്ചു, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്നോട് വിചാരിച്ചു, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൗണ്ട് അവിടെ നിൽക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കണ്ടില്ല എങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ഒക്കെ സ്പാമായി പോകുന്ന ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അലോ എംബഡിങ് ഓഫ് ആക്കി ഇടുക. ഇത് നമുക്ക് നമ്മുടെ വാട്സപ്പിലൂടെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ അലോ എംബഡിങ് ഓണാക്കി ഇട്ടിട്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് ഡയറക്റ്റ് യൂട്യൂബിൽ പോകാണ്ട് വാട്സപ്പിൽ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. പക്ഷെ ഓഫാക്കി ഇട്ടാലോ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ വീഡിയോ കാണാൻ പറ്റില്ല, ഡയറക്റ്റ് യൂട്യൂബിലേക്ക് കയറി ചെല്ലുക ചെയ്യുന്നത്. യൂട്യൂബിലോട്ട് കയറി ചെന്നിട്ട് നമ്മുടെ വീഡിയോ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്റെ സബ്സ്ക്രൈബേഴ്സും പിന്നെ എന്റെ വീഡിയോ കാണുന്നവരും മസ്റ്റ് ആയിട്ടും നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇതുപോലെ അലോ എംബഡിങ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് നമ്മുടെ കസിൻസിന്റെ റിലേറ്റീവ്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെയും എല്ലാവരും ഫോണിലൊന്ന് സ്റ്റാറ്റസ് കൂടി ഇട്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒരു 5 പേര് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ ഈ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫാക്കി ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഒരു 1K നമുക്ക് വ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 days നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.